നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലത്ത് നിന്നും അതിദാരുണമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. കൊല്ലം ഉളിയക്കോവിൽ യുവാവിനെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു. ഉളിയക്കോവിൽ സ്വദേശി 21-കാരനായ ഫെബിൻ ജോർജ് ആണ് കൊല്ലപ്പെട്ടത്. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. കാറിലെത്തിയ 22-കാരനായ തേജസ് ആണ് ഫെബിനെ ആക്രമിച്ചത് എന്നാണ് വിവരം. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. മകനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച ഫെബിന്റെ അച്ഛനും കുത്തേറ്റു. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഫെബിന്റെ മൃതദേഹവും ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം കൊല്ലത്ത് ഈ കടപ്പാക്കട്ടയിൽ റെയിൽവേ ട്രാക്കിൽ ഒരു മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട് എന്ന വിവരത്തെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇതേ കൊലപാതകം നടത്തിയ വ്യക്തിയെയാണ്, ഈ 21 വയസ്സുകാരനെയാണ് റെയിൽവേ സ്റ്റേഷനിൽ മരിച്ച നിലയിൽ, റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്ന് വ്യക്തമായി. സമീപത്ത് നിർത്തിയിട്ട മാരുതി കാറിൽ ചോരപ്പാടുകളുണ്ട്. ട്രാക്കിലെ മൃതദേഹം ഫെബിന്റെ കൊലയാളിയുടേതാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. പ്രാഥമിക വിലയിരുത്തലിൽ ഈ കൊലപാതകം തന്നെ എന്നാണ് വ്യക്തമാകുന്നത്. വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. റെയിൽവേ ട്രാക്കിന് സമീപം ചോര പുരണ്ട നിലയിൽ കണ്ടെത്തിയ കാറ് ഫെബിനെ ആക്രമിക്കാൻ എത്തിയ വ്യക്തി ഉപയോഗിച്ചതാണ് എന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥിയായ ഫെബിനെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയതിന് പിന്നിൽ തേജസ്സുമായുള്ള ബന്ധത്തിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിന്മാറിയതാണ് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ സഹോദരിയും പ്രതി തേജസ് രാജും മുമ്പ് പ്രണയത്തിൽ ആയിരുന്നു. വിവാഹത്തിന് 2 കുടുംബങ്ങളും സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് യുവതി തേജസ്സുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറി. ബന്ധം തുടരണമെന്ന് ആവശ്യപ്പെട്ട് യുവതിയെ തേജസ് ശല്യപ്പെടുത്തിയത് വീട്ടുകാർ വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള വൈരാഗ്യം യുവതിയുടെ സഹോദരനെ കൊലപ്പെടുത്തിയതിൽ കലാശിക്കുകയായിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. യുവതിയുടെ അച്ഛൻ ജോർജ് ഗോമസ് കുത്തേറ്റ് ചികിത്സയിൽ തുടരുകയാണ്. യുവതിയെ കൊലപ്പെടുത്താൻ തേജസ് ലക്ഷ്യമിട്ടിരുന്നോ എന്നും സംശയിക്കുന്നതായി പോലീസ് പറയുന്നു. വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന സംഭവത്തിലെ ആക്രമി കാറിൽ രക്ഷപ്പെട്ട ശേഷമാണ് ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത്. ഇയാളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കടപ്പാക്കട്ട റെയിൽവേ ട്രാക്കിലാണ് നീണ്ടകര സ്വദേശി തേജസ് രാജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ട്രെയിൻ ഇടിച്ച് മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ പാതയ്ക്ക് സമീപം ഒരു കാറും നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തി. കാറിനകത്തും ചോരപ്പാടുകളുണ്ട്. മരിച്ചയാൾ ഫാത്തിമ മാതാ കോളേജിലെ വിദ്യാർത്ഥി ഫെബിൻ ജോർജ് ഗോമസിന്റെ കൊലയാളിയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ഉളിയക്കോവിൽ സ്വദേശി ഫെബിൻ ജോർജ് ഗോമസിനെ കാറിലെത്തിയ ആൾ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. തടയാൻ ശ്രമിച്ച ഫെബിന്റെ അച്ഛനും പരിക്കേറ്റ് ചികിത്സയിലാണ്. ഫെബിന്റെ മൃതദേഹവും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൊലയാളിയുടെ മൃതദേഹം കണ്ടെത്തിയ റെയിൽവേ ട്രാക്കിന് സമീപം നിന്ന് ചോര പുരണ്ട നിലയിൽ കാറും കണ്ടെത്തി. ഇത് കൊലയാളി ഉപയോഗിച്ചതാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന കൃത്യമായ ആസൂത്രണത്തോടെ എന്ന വിവരം പുറത്തുവരികയാണ്. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ 2ാം വർഷ BCA വിദ്യാർത്ഥി ഫെബിൻ ജോർജ് ഗോമസിനെ നീണ്ടകര സ്വദേശിയായ തേജസ് ആണ് കുത്തിക്കൊലപ്പെടുത്തിയതെന്ന് നമുക്ക് പറയാം. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് വെളുത്ത കാറിൽ ഫെബിന്റെ വീട്ടിൽ തേജസ് എത്തിയത്. കയ്യിൽ കത്തി കരുതിയിരുന്ന തേജസ് ഈ ബുർഗ ധരിച്ച ശേഷം വീട്ടുമുറ്റത്തേക്ക് കയറുകയായിരുന്നു. 2 കുപ്പി പെട്രോളും തേജസ് കയ്യിൽ കരുതിയിരുന്നു. ഫെബിന്റെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കാനാണ് തേജസ് ആദ്യം ശ്രമിച്ചത് എന്നും നാട്ടുകാർ പറയുന്നു. എന്നാൽ ഇതിനിടെ ഫെബിന്റെ പിതാവ് പുറത്തേക്ക് ഇറങ്ങിയതോടുകൂടി പദ്ധതി മാറി. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച ഫെബിനെ നെഞ്ചിൽ കുത്തി വീഴ്ത്തി. തടയാൻ ശ്രമിച്ച പിതാവ് ജോർജ് ഗോമസിനെയും ആക്രമണത്തിൽ പരിക്കേറ്റു. കൊലപാതകത്തിന് ശേഷം കത്തി ഉപേക്ഷിച്ച തേജസ് കാറിൽ കയറി പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ടു. 3 കിലോമീറ്റർ അകലെ ചെമ്മാൻമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിൽ താഴെ വാഹനം നിർത്തിയ തേജസ് കൈഞ്ഞരമ്പ് മുറിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഉടൻ തന്നെ ഇതുവഴി വന്ന ട്രെയിനിന് മുന്നിലേക്ക് ചാടി തേജസ് ജീവനൊടുക്കി. കാറിൽ രക്തം പടർന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തേജസും ഫെബിനും തമ്മിൽ മുൻവൈരാഗ്യമുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുകയാണ്. പ്രതി തേജസ് കൊല്ലം ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഗ്രേഡ് SI രാജുവിന്റെ മകനാണ്. കൊലപാതക ശേഷം പ്രതി തേജസ് രാജ് ചെമ്മാങ്കുന്നിലെ റെയിൽവേ ട്രാക്കിന് സമീപം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുന്നതിന്റെ അടക്കം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 6:30യോടുകൂടിയാണ് സംഭവം. ഉളിയക്കോവിലെ വീട്ടിലായിരുന്നു ഫെബിൻ. ഇവിടേക്ക് മുഖം മറച്ചെത്തിയ തേജസ് കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച ഫെബിന്റെ പിതാവ് ഗോമസിനും കുത്തേറ്റ ഫെബിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാറിലെത്തിയ തേജസ് പർദ്ദയാണ് ധരിച്ചിരുന്നത്. ഫുഡ് ഡെലിവറി ബോയായും ഫെബിൻ ജോലി ചെയ്യുന്നുണ്ട്. അമ്മ ഡെയ്സി, സഹോദരി ഫിലോറിൻ. തേജസിന്റെ മൃതദേഹം കൊല്ലം കടപ്പാക്കടയ്ക്കു സമീപം റെയിൽവേ ട്രാക്കിലാണ് കണ്ടെത്തിയത്. കൊലപാതക
കൊലപാതകത്തിന് പിന്നാലെ ഓവർബ്രിഡ്ജിന് സമീപത്തെത്തിയ തേജസ് കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു. പിന്നാലെ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ പ്രതി തന്നെയാണ് ട്രെയിനിന് മുന്നിൽ ചാടിയതെന്ന ഏറ്റവും ഒടുവിലാണ് വിവരം ലഭിച്ചത്. വ്യക്തിപരമായ വൈരാഗ്യമാണ് ഇതിനെല്ലാം കാരണമെന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ മറ്റെന്തെങ്കിലുമാണോ ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ കൊലപാതകത്തിനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. ആത്മഹത്യ ചെയ്തയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും 2 മരണങ്ങൾ ബന്ധമുണ്ടെന്നും പോലീസ് പിന്നീടാണ് വ്യക്തമാക്കിയത്. ഒരാൾ മാത്രമാണോ കാറിൽ ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണെന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഇക്കാലത്തെ കുട്ടികൾക്ക് എന്താണ് ജീവന്റെ വില മനസ്സിലാകാത്തതെന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. ഉളിയക്കോവിൽ സ്വദേശിനി ഫെബിൻ ജോർജ് എന്ന 21-കാരനെ നീണ്ടകര സ്വദേശി തേജസ് ആണ് കുത്തി കൊന്നത് എന്നുള്ളതാണ്. 7 മണിയോടെയായിരുന്നു സംഭവം. ഇളയക്കോവിലെ വീട്ടിലായിരുന്നു വിദ്യാർത്ഥി ഉണ്ടായിരുന്നത്. അതേസമയം ഉത്തർപ്രദേശിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഒരു അജ്ഞാത വ്യക്തിയുടെ കത്തിലൂടെ പുറത്തുവന്ന പീഡന വിവരങ്ങളിൽ ഞെട്ടി നിൽക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസ്. ഈ ഹാദ്രസിലെ ഒരു കോളേജിൽ ചീഫ് പ്രോക്ടർ വിദ്യാർത്ഥിനികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന് ആരോപിച്ച് പോലീസിന് അജ്ഞാതരുടെ കത്ത് ലഭിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളുടെ അച്ചടക്കം സംബന്ധിച്ച കാര്യങ്ങളുടെ മേൽനോട്ട ചുമതലയുള്ള ആളാണ് ചീഫ് പ്രോക്ടർ. സ്വന്തം അനുഭവത്തിന് പുറമെ കോളേജിലെ പല വിദ്യാർത്ഥിനികളോടും ഇയാൾ മോശമായി പെരുമാറിയതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവും കത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ഓൾഡ് ഡിഗ്രി കോളേജ് എന്നറിയപ്പെടുന്ന സേത് ഫുൾ ചന്ദ് ഭഗത് PG കോളേജിലെ ചീഫ് പ്രോക്ടർ രാജേഷ് കുമാറിനെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. 10 മാസങ്ങൾക്ക് മുൻപാണ് പോലീസിന് ഈ രജീഷിനെ കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ കത്ത് ലഭിക്കുന്നത്. രജീഷ് കോളേജിലെ വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറുന്നുവെന്നും ലൈംഗിക പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുന്നുവെന്നുമായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. പകരം പരീക്ഷകളിൽ പാസ്സാക്കാമെന്നും അധ്യാപികയായി ജോലി വാഗ്ദാനം ചെയ്തുമൊക്കെയാണ് ഇയാൾ എല്ലാവരോടും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ അടുത്ത് ഇതേ ഉള്ളടക്കത്തോടെ ഈ NDTVക്കും ഒരു അജ്ഞാത വ്യക്തിയുടെ കത്ത് ലഭിച്ചിരുന്നു. പീഡന വിവരം സംബന്ധിച്ച് അധികാരികൾക്കെല്ലാം കത്തെഴുതിയെന്നും എന്നാൽ ആരും സഹായിക്കാൻ തയ്യാറല്ല എന്നുമാണ് കത്തിൽ പറയുന്നത്. ഭയന്നിട്ടാണ് യഥാർത്ഥ പേര് പുറത്തുവിടാത്തത്. എന്റെ പേര് പുറത്തു വന്നാൽ ആ പ്രൊഫസർ എന്നെ കൊന്നുകളയും. ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഇതാണ്. ഞാൻ ഈ കത്തിനൊപ്പം കൈമാറിയിരിക്കുന്ന പെൻഡ്രൈവിലെ ചിത്രങ്ങളും ദൃശ്യങ്ങളും മതിയാവില്ലേ ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് മനസ്സിലാക്കാനെന്നാണ് അജ്ഞാത കത്തിലൂടെ ചോദിച്ചിരിക്കുന്നതായി NDTV റിപ്പോർട്ട് ചെയ്യുകയാണ്. രജീഷിന് വിദ്യാർത്ഥികളോട് ദുരുദ്ദേശത്തോടുകൂടി പെരുമാറുന്ന 59 ദൃശ്യങ്ങളാണ് കത്തിനൊപ്പമുള്ള പെൻഡ്രൈവിലുള്ളത്. എല്ലാ പെൺകുട്ടികളെയും മുഖം അവ്യക്തമാക്കിയ തരത്തിലാണ് ദൃശ്യങ്ങളുള്ളത്. പെൺകുട്ടികളെ ആദ്യമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്തുന്ന രജീഷിന് ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നത്. കോളേജ് അധികൃതരുടെ പിന്തുണയോടുകൂടിയാണ് രജീഷ് ഇത്തരം പ്രവർത്തികൾ തുടരുന്നത് എന്നും കത്തിൽ ആരോപണമുണ്ട്. കത്തിലെ പരാമർശങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് ഈ രജീഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബലാത്സംഗം, ലൈംഗിക അതിക്രമം, അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ നടത്തുന്ന ലൈംഗിക പീഡനം എന്നീ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയാണ് കേസ് ചുമത്തിയിട്ടുള്ളത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ കോളേജ് അധികൃതർ രജീഷിനെ പദവിയിൽ നിന്നും പുറത്താക്കി. പിന്നാലെ ഒളിവിൽ പോയ രജീഷിനായി പോലീസ് അന്വേഷണവും ഊർജിതമാക്കുകയാണ്. രജീഷിനെതിരെ ഔദ്യോഗികമായി രേഖാമൂലം പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിനെ കുഴയ്ക്കുന്ന മറ്റൊരു കാര്യം.